നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു ഫ്രൂട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഈ ഫ്രൂട്ടിന്റെ പേരാണ് ബുദ്ധ സാൻഡ്. ബുദ്ധന്റെ കൈ പോലെ ഇരിക്കുന്ന നാരങ്ങ, അതുകൊണ്ടാണ് ഇതിനെ ബുദ്ധ സാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ബുദ്ധ സാൻഡ് എങ്ങനെയാണ് വളർത്തുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യേണ്ടത് മറ്റ് നാരക വെറൈറ്റികൾ പ്ലാന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് നമ്മൾ സാധാരണ ഒരു സിട്രസ് ട്രീ വെക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ പ്ലാന്റിങ്ങും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടോളറൻസ് ആണ്. കൂടുതലായിട്ടും ചൂട് വന്നു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും, കൂടുതലായിട്ട് ഫ്രോസ്റ്റ് വന്നാലും ഇത് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിലോ കൂടുതൽ ചൂടുള്ള പ്രദേശങ്ങളിലോ ഇത് വെക്കുകയാണെങ്കിൽ നമ്മളൊരു ചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. തണുപ്പ് വരുമ്പോഴത്തേനും നമ്മളൊരു ഷട്ടറിലേക്ക് എടുത്ത് വെക്കുകയോ ചൂട് കൂടുമ്പോൾ നമുക്ക് ഷെയ്ഡിലേക്ക് എടുത്ത് വെക്കുകയോ ചെയ്യാം. ഒരു ടെമ്പറേറ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് നിലത്ത് വെച്ച് വളർത്താനായിട്ട് സാധിക്കും. നമ്മൾ നിലത്ത് പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു സ്ഥലമായിരിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടറിങ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അത് പോട്ടിൽ വെച്ചാലും നല്ല രീതിയിൽ വാട്ടറിങ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഏകദേശം ഒരു ലൈറ്റ് പിങ്കിഷ് കളറിലുള്ളൊരു പൂക്കളാണ്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് ആണ്. ഇതിൻ്റെ പോളിനേഷന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പ്ലാന്റ് വെക്കേണ്ട ആവശ്യമില്ല. കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഓപ്പൺ ഹാൻഡഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ കൈ നന്നായിട്ട് വിരിഞ്ഞു വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. ഇത് പോളിനേഷനായി കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി നാൾ വെയിറ്റ് ചെയ്ത ശേഷമാണ് ആദ്യമായിട്ട് നമുക്കൊരു കായ ഉണ്ടായത്. എനിക്ക് ആദ്യമായിട്ടുണ്ടായ കായ നമുക്ക് നല്ല മഞ്ഞ കളറിലേക്ക് വന്ന് അത് നല്ല രീതിയിൽ പഴുത്ത് കിട്ടാനുള്ള സമയം കിട്ടിയില്ല. അതിൻ്റെ കാരണക്കാരൻ ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു വെറൈറ്റി നമ്മളൊരു ഗ്രാഫ്റ്റഡ് വെറൈറ്റിയാണ് വാങ്ങിച്ചു വെച്ചിരുന്നത്. ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് നമുക്ക് നല്ല രീതിയിലൊരു കായ ഉണ്ടായി വന്നത്. നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ കാ കാണാണ്ട് പോയി. അത് ചക്കൻ അത് പഴുക്കുന്നതിന് മുമ്പ് പറിച്ചെടുത്തു. അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ടുണ്ടായ കാ നമുക്കത് ഉപകാരപ്പെട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉപകാരങ്ങളെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ നമ്മൾ പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെയാണ്, ബുദ്ധൻ്റെ പൂജയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ജൈന മതക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെസ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡിലൊക്കെ സാലഡ്സിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ വോഡ്ക പോലുള്ള സംഭവങ്ങളിൽ ഇത് ഇട്ട് സാധാരണ കഴിക്കുന്ന ആൾക്കാർ കഴിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മണമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടും ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ നിറത്തിലേക്ക് വരും. ആ മഞ്ഞയായിട്ട് വരുന്ന ആ പ്ലാന്റ് നമ്മൾ വീട്ടിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത് വളർത്തുന്നത്. അല്ലാതെ നമുക്ക് അതിനകത്ത് നാരങ്ങയുടെ നീരോ അല്ലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തില്ല. അപ്പോൾ ഞാനൊരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കുക. ഇതാണ് അവൻ പറിച്ച് കളഞ്ഞ സാധനമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള നീരോ അല്ലിയോ ഒന്നുമില്ല. സാധാരണ വെറൈറ്റികൾക്കൊന്നും തന്നെ അങ്ങനെ വരാറില്ല. ഇനി നമുക്കിതിൻ്റെ ഒരു വളപ്രയോഗത്തെക്കുറിച്ച് പറയാം. സാധാരണ സിട്രസ് ട്രീകൾ കൊടുക്കാറുള്ള വളം തന്നെ ഇതിന് കൊടുത്താൽ മതി. തുടക്കകാലത്ത് നമുക്ക് നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ കൊടുക്കാം. ഇലയ്ക്ക് മഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടായിരിക്കാം. അതുകൊണ്ട് മഗ്നീഷ്യം കൂടുതലുള്ള ഒരു വളം കൂടി ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് നമുക്ക് രണ്ടാമതായിട്ട് പോളിനേഷനായി കിട്ടിയ ഒരു ഫ്രൂട്ടാണ്. ഇപ്പോൾ രണ്ടാമത് വന്നപ്പോഴത്തേനും കൂടുതലായിട്ട് അതൊരു ഓപ്പൺ ഹാൻഡഡ് ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി പ്രൊട്ടക്റ്റ് ചെയ്താണ് വളർത്തിയത്. അതൊന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെയുള്ള പെസ്റ്റുകളിൽ നിന്നൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധയെടുത്തിട്ടാണ് ഇതിനെ നമ്മൾ രണ്ടാമത് വന്നപ്പോഴത്തേനും ശ്രദ്ധിച്ചാണ് അതിനെ നോക്കി വളർത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് മെയിനായിട്ടും ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് കൂടുതലായിട്ടുള്ളൊരു നാരങ്ങ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്ലാന്റ് വേണ്ടിയിട്ടല്ല, കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഇത് വളർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പാറ്റിയോയിലോ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരു വലിയ പോട്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ വെറൈറ്റികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതൊരു സ്മോൾ ട്രീ ആണ്. നമുക്കൊരു വലിയൊരു ട്രീ ആയിട്ട് ഇത് വളരത്തില്ല. ഏകദേശം ഒരു 1 മീറ്ററിൽ കൂടുതലൊന്നും ഇത് പൊക്കം വയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ചട്ടിയിൽ വളർത്താൻ പറ്റിയ ഒരു ട്രീ ആണ് ബുദ്ധ സാൻഡ്.